ഈ വരുന്ന ബിഗ് ബോസിൽ തന്നെ ഒരുപാട് കഴിഞ്ഞ ബിഗ് ബോസിലെല്ലാം അത്യാവശ്യം ജനശ്രദ്ധ നേടിയിരുന്നു. ഇപ്പോൾ തുടങ്ങിയിട്ട് പോലും പലരും പറയുന്ന പഴയ പോലെ റീച്ച് കിട്ടുന്നില്ല എന്ന് പറയുന്നത്. നിങ്ങളെയൊക്കെ പോലുള്ള കണ്ടസ്റ്റന്റുകളുടെ സോറി എന്നെ പോലെ വരില്ല അല്ല ഇല്ല ഉണ്ടാവും തുടങ്ങിയിട്ടുണ്ട്. സെക്കൻഡ് ഡേ ആകുമ്പോൾ നമുക്കൊരു വിലയിരുത്തൽ നടത്താൻ പറ്റുന്നുണ്ട്. പക്ഷെ ഗ്രാൻഡ് ലോഞ്ചിങ് എനിക്ക് സീസണുകളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടു. കണ്ടസ്റ്റൻസ് സെലക്ഷനിൽ എനിക്ക് വലിയ ഗുമ്മൊന്നും പറയാൻ ഇപ്പം നിലവിൽ പറ്റുന്നില്ല. ഭാവിയിൽ ഉണ്ടാവാം. കാരണം നമുക്ക് എല്ലാവരും അറിഞ്ഞു പറ്റുന്നുള്ളൂ. പലരും ഇപ്പോഴും സൈലന്റ് ആണ്, വയലന്റ് ആവുന്നത്. ഫസ്റ്റ് ഡേ തന്നെ വയലന്റ് ആയിരുന്നു. രേണുസുതി വേഴ്സസ് ഹോൾ ടീമായിരുന്നു. വേറെ ആൾക്കാർ എത്ര പേരുണ്ട് മീഡിയക്കാർ ഇപ്പോഴും രേണുവിന് പറയാം. പേഴ്സണൽ അഭിപ്രായം പേഴ്സണൽ അടുപ്പമുള്ളതുകൊണ്ട് പറയാൻ നല്ല കണ്ടസ്റ്റന്റാണ്. കുറച്ചും കൂടി ആക്റ്റീവ് ആകുമെന്ന് പ്രതീക്ഷയുണ്ട്. അല്ല അങ്ങനെയല്ല, ഫസ്റ്റ് ഡേ തന്നെ ടാർഗറ്റ് ചെയ്ത് ഒരു ആക്രമണം അഴിച്ചുവിട്ട പോലെ ഫീൽ ചെയ്തിരുന്നു. പുള്ളിക്കറി തലവേദന എന്ന് പറഞ്ഞപ്പോൾ അത് രേണുവിനുള്ളൊരു പുറത്തുള്ള പബ്ലിക് സപ്പോർട്ടിനെ കുറിച്ചാണ്. പുറത്ത് രേണു വലിയ നെഗറ്റീവ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ആ നെഗറ്റീവ് സപ്പോർട്ടായിട്ട് അവർക്ക് വരട്ടെ എന്നുള്ളൊരു ആശയത്തിലായിരിക്കാം. ഇത് അങ്ങനെയൊക്കെ തന്നെ റിയാലിറ്റി ഷോ സ്വഭാവം അങ്ങനെയല്ലേ. അതാണ് റിയാലിറ്റി ഷോ ചാറ്റിലേക്ക് പുറത്ത് ജനങ്ങൾ എന്ത് ചിന്തിക്കുക പൾസ് അനുസരിച്ച് കളിച്ച ആളുകളാണ് വിന്നർ ആയിട്ടുള്ളത്. ഇവൻ അഖിൽമാരെപ്പോഴും എനിക്ക് ഭയങ്കര അഭിമാനമുള്ള കാര്യത്തിൽ ജനങ്ങളുടെ പൾസ് അനുസരിച്ച് കളിക്കാൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യമാണ്. റിയാലിറ്റി ഷോ ആണെന്നുള്ളത്